അല്ല, ഇത്രയും വരുമ്പോഴും മാം ഭയങ്കരമായിട്ടുള്ളൊരു കൗൺസിലിംഗ് പ്രോസസ്സ് മാം കൊടുക്കാറുണ്ട്. കാരണം മാം, ഞാൻ പറയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ല, മോർ കൈൻഡ് ഓഫ് എ ഡോക്ടർ, ഒരു തെറാപ്പിസ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് മാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും മാം ഇപ്പോഴും ഉറങ്ങുമ്പോഴത്തേക്കും മാമിനെ ഹോണ്ട് ചെയ്യുന്ന ഒരു മുഖമുണ്ടോ? അതായത് മാം വളരെ സൂതൻ ചെയ്ത് കൺസോൾ ചെയ്ത് അയച്ചിട്ട് മാമിനെ രക്ഷിക്കാൻ പറ്റാതെ ഒരു കടുങ്കൈ ചെയ്ത ഒരു ആത്മഹത്യയുടെ വക്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു മുഖം മാമിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? കാരണം മാം ഇത്രയും വർഷത്തെ ഒരു എക്സ്പെർട്ടൈസാണ് ഈ ഒരു മേഖലയിൽ. എനിക്ക് അങ്ങനെ ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതറ്റം വരെയും പോയി അവർ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വരുന്ന നല്ല മെസ്സേജസ് ഉണ്ടല്ലോ പോയി കഴിഞ്ഞതിന് ശേഷം വിഷമിപ്പിച്ച് എനിക്കിങ്ങനെ എന്താ പറയുക, ഞാൻ സ്ട്രെസ്സ് കയറി വൊമിറ്റ് ചെയ്തിട്ട് രാത്രി മൈഗ്രെയിനൊക്കെ പിടിച്ച ഒരു കേസുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കേസാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു കുട്ടികളെ. അതും വളരെ മോശം രീതിയിൽ അച്ഛൻ ഹരാസ് ചെയ്തു. എന്നാൽ അച്ഛൻ ഫുഡ് കൊടുക്കും എല്ലാം കൂടെ. കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ല അതൊരു തരം ഹരാസ്മെൻ്റ് ആണ്. പക്ഷെ അതൊരു ശരിക്കും ക്രൈമാണ്. ഞാനത് എത്ര പ്രായം ഉണ്ടായിരുന്നു മാം ആ കുട്ടികൾ? ഒരു എനിക്ക് തോന്നുന്നു ഇളയ കുട്ടിക്ക് ഒരു 12-13 വയസ്സേ ഉള്ളൂ. മൂത്ത ആൾക്ക് 10. അല്ല, അമ്മ ഇവിടെ ഇല്ല, അമ്മ പുറത്താ. അവിടെയാണ് പ്രശ്നം വന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നാട്ടിൽ വന്ന സമയത്തും മൂത്ത കുട്ടി അത് പറയാതെ അച്ഛനൊന്ന് മാറിപ്പോയി. രണ്ടാമത്തെ കുട്ടി അമ്മയടുത്ത് പറഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോൾ ഇവർ 3 പേരും അങ്ങ് തളർന്നിരിക്കുക. എന്നോട് ഇളയ കുഞ്ഞ് പറയണ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൂത്ത കുഞ്ഞ് അതിലും കരയുന്നു. കാരണം ഇത് അവൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാം, ഞാനിപ്പോൾ ചെയ്യുന്നവന് പറഞ്ഞു, അമ്മ വേണ്ട മാഡം, അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, അയാളെന്ത്. നമ്മൾ ഇങ്ങനെയുള്ളവൻ മരിക്കട്ടെ, ഇത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ കുമ്പസാര രഹസ്യം പോലെ ഇവരെങ്ങാനും ആത്മഹത്യ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടും. ഞാൻ അപ്പോൾ പോലീസിനെ വിളിക്കുകയോ ഞാൻ മീഡിയയെ അറിയിക്കുകയോ ഒക്കെ ചെയ്ത് ഈ പെൺപിള്ളേരും മൊഴി കൊടുക്കണ്ടേ, ഈ പെൺപിള്ളേരും പോകണ്ടേ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു അഡ്വക്കേറ്റായിട്ടല്ല നിന്നത് ശരിക്കും. എന്നിട്ട് പക്ഷെ ഞാൻ അയാളെ വിളിച്ചു, നല്ല വെറൈറ്റി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പിടിച്ചകത്തിടും, പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ മാപ്പും ചോദിച്ചു. പക്ഷേ ഇവരിപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്ത് സെറ്റിൽ ചെയ്യുക 3 പേര്, അമ്മയും മക്കളും ഒക്കെ. ഞാൻ എല്ലാം കൊടുത്ത് ഫുൾ ഗാർഡിയൻ വാർഡും ഒക്കെ ഇട്ട് കുട്ടികളുടെ ഫുൾ കസ്റ്റഡി അമ്മയ്ക്കും കൊടുത്തു. അവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കേൾക്കുമായിരിക്കും, അത് കഴിഞ്ഞു പോയി നമ്മൾ പറയാൻ പാടില്ല, കോൺഫിഡൻഷ്യൽ. ഞാൻ പറയും, മക്കളെ നിങ്ങൾ എന്നും നല്ലതായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും എന്നെ കാണാൻ വരണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉള്ളത് എനിക്ക് വേദനിപ്പിച്ച കേസ് ഇന്നും ഞാൻ ചെയ്തത് ശരിയായാലും എന്നെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് മീര. അതുകൊണ്ട് എനിക്കൊരു എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുമല്ല, ഇത്രയും പറയുമ്പോഴും മാം പറഞ്ഞു പെണ്ണുങ്ങൾ ഇത് പറയാനായിട്ട് എവിടെയോ ഒന്നും മടിക്കുമെന്ന്. കാരണം പോലീസിനെ അറിയിക്കേണ്ട, അയ്യോ ഭർത്താവല്ലേ, കെട്ടിയവനല്ലേ, ഒന്നുമില്ലെങ്കിൽ താലി കെട്ടിയവനല്ലേ, ദൈവം സാക്ഷി നിർത്തി കെട്ടിയതല്ലേ എന്ന് പറയുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. പേടിക്കുന്നത് ആരെയാ? ഈ സമൂഹത്തെ. ഈ സമൂഹം മാറാത്തിടത്തോളം ആൾ കാണണം. എന്താ പറയുക, അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയണ പോലെ വെറുതെ അവർക്ക് റീച്ച് കിട്ടാൻ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു എന്നോ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് മക്കളെ തിരിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് നേരെ തിരിയും. അപ്പോൾ അതും കൂടെ, ആ ട്രോമയും കൂടെ അവർ താങ്ങണം. മനസ്സിലായില്ലേ? ഒരു കുഞ്ഞിനെ കൊണ്ട് പറയിച്ചു, അച്ഛനെതിരെ പറയിച്ചു, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നേരെ തിരിയും. എന്തിനാണെങ്കിലും 2 വശം ഉള്ളതുപോലെ ആ ഒരു എന്താ പറയുക, ഇനി സോഷ്യൽ മീഡിയ ട്രയൽ പോലെയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും പോക്സോ ഒക്കെ വരുമ്പോൾ മീഡിയ കവറാവും. അതിൻ്റെ അവിടെ ആ ട്രയലും കൂടെ അവർ ഫേസ് ചെയ്യണോ? താങ്ങാൻ പറ്റില്ല അവരെ കൊണ്ട്. കാരണം ഇപ്പോഴേ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. അതിൽ കൂടെ ബാക്കിയുള്ളവരുടെ സൈബർ അറ്റാക്കും പലയും കൂടെ ഇവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരല്ല അത്. ഭയങ്കര വളരെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഇപ്പം പല ഈ ജനറേഷനിലെ കുട്ടികൾ ആലിമോണി ഒരു ട്രെൻഡാക്കിയൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആലിമോണി കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുക, നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പതിയെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് മേടിക്കുക, ആലിമോണി മേടിക്കുക, സുഖമായിട്ട് ജീവിക്കുക. സ്പെഷ്യൽ എവിടെ നിന്നാണ് കേട്ടത്? ഇത് ജയം രവിയുടെയും ആരതിയുടെ ഇഷ്യൂ വന്നപ്പം എല്ലാവരും പറഞ്ഞത് ആരതി അങ്ങനെ ട്രാപ്പ് ചെയ്തു എന്നൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാദം സോഷ്യൽ മീഡിയ പറയുന്നുണ്ടായിരുന്നു. കാരണം ജയം രവി എനിക്ക് തോന്നുന്നു അത്രയും നമ്മൾ വളരെ മാം പറഞ്ഞല്ലോ വൾണറബിളായിട്ട് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കും മീര. എന്താ പറയുക, ഞാനിപ്പം പറയട്ടെ, ഞാനിങ്ങനെ പെണ്ണിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇത് വളരെ റെയറാണ്, റെയറസ്റ്റ് ഓഫ് ദ റെയറാണ് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുക, എതിർപ്പാകാൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യായദ്രോഹം, നിനക്ക് എൻ്റെ പൈസ വേണോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കാശ് കോടതി അങ്ങ് ചുമ്മാ അങ്ങ് വിധിക്കത്തില്ല. അവൾക്ക് സ്വന്തമായിട്ട് ഏണിംഗ് ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് നടത്താൻ കൊച്ചുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഫുഡ്, ക്ലോത്ത്, അങ്ങനെ എന്തെങ്കിലും അവളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി മോശമാണെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. മറ്റേന്താ
പറയാം, മെയിൻ്റനൻസ് എലിമണി. പിന്നെ വേറെ എന്തെങ്കിലും അതിനകത്തുള്ളൊരു സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവാം ഇവളുടെ കുറേ ക്യാഷും ഗോൾഡും ഒക്കെ അപ്പുറത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടാവാം. അത് ഞാൻ തിരിച്ചു ചോദിക്കുക. കല്യാണ സമയത്ത് 10 ലക്ഷം 50 ലക്ഷം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവാം. അതുപോലെ ഇവൻ ചിലപ്പോൾ മറച്ചു വെച്ച് കല്യാണം കഴിച്ചിട്ട് കല്യാണത്തിൻ്റെ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ആഡംബരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ചതി പറ്റി. ഇങ്ങനെ പല കാര്യങ്ങളുമാണ്. അല്ലാതെ ഇതൊരു ബിസിനസ്സായിട്ട് പെൺകുട്ടികളെ ചെയ്തതായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. എനിക്കറിയില്ല, അങ്ങനെ ഒരു ഗ്രീഡി മൈൻഡായിട്ടൊന്നും ഒരു പെൺപിള്ളേർ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല മാം. അത് ഈ ജയൻ രവി ആരതിയുടെ ഒരു ഇഷ്യൂ വന്നപ്പം തന്നെ മാം അതെങ്ങനെയാണ്, അതിന് മാമിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് അതിൽ? ഒന്നെന്ന് പറയുന്നത് ജയൻ രവി അന്ന് പ്രസ് മീറ്റിൽ വന്നത് വളരെ എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു വന്നതാണ്. എനിക്കതിനകത്ത് തോന്നിയത് ആ പുള്ളിക്കാരത്തിയുടെ സൈബർ അറ്റാക്ക് വന്നല്ലേ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വന്ന സൈബർ അറ്റാക്ക് വന്നത്. രണ്ടാമത് അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഡിവോഴ്സ് എനിക്ക് മസ്റ്റാണ്, ഡിവോഴ്സ് കിട്ടാതെ ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ. അപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പറിൽ ഇബവൻ്റെ കോടതി എനിക്ക് ഡിവോഴ്സ് തരണമെന്ന് പറഞ്ഞ് ഓടിപ്പോയാൽ കോടതിയിൽ നിന്ന് കിട്ടത്തില്ല. കോടതിക്കും തോന്നണം വിവാഹബന്ധം വേർപെടുത്താനുള്ള സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് അതിനുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ സാധനം കിട്ടത്തില്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഫിന് കൊടുക്കാം. അപ്പോൾ വൈഫ് അത് ഏത് രീതിയിൽ തർക്കിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, കോടതി രണ്ട് സൈഡും കേട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്താ ഫാക്ട്സ് കോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും എനിക്കറിയാത്തടത്തോളം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അയാളുടെ ഇമോഷൻസിനെ ഒന്നും മോശക്കാക്കുന്നില്ല. രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾ വളരെ നല്ല ഹൈ സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റി മക്കൾക്ക് ചെയ്യുന്നത് ഔദാര്യമല്ല, കുട്ടികളുടെ അവകാശമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇവരെ പഠിപ്പിക്കുക, അവരെ വളർത്തുക എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. അത് പറയേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന്. ഒരു കോടതി കാണിക്കേണ്ട എന്ന് പറയില്ല. ഗവൺമെൻറ് കോടതി എനിക്ക് എൻ്റെ റെസ്പോണ്ടൻ്റ് എന്ന് വെച്ചാൽ വൈഫ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞാൽ കോർട്ട് അപ്പം തന്നെ ഓർഡർ ഇടും, കുട്ടികളെ കാണിച്ചു കൊടുക്കുക. കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല. വീഡിയോ കോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും കൊച്ചുങ്ങളുടെ വെക്കേഷൻ ടൈമിൽ ഇതൊക്കെ കിട്ടുകയുള്ള അവകാശം ഉണ്ടല്ലോ. ഗാർഡിയൻ വാർഡ് ആക്റ്റിൽ അതിന് പറയുന്നല്ലോ. ചെയ്യാതിരുന്നിട്ട് എൻ്റെ കൊച്ചിനെ കാണിച്ചില്ല എന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. പക്ഷെ അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് മാം, പുള്ളിക്കായിട്ടൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര മോശമാണ്. അതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജയൻ രവിയുടെ കേസിൽ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ അതിനകത്ത് അതും നമുക്ക് പുള്ളിക്കാരത്തി വേട്ടയ്ക്ക്. പക്ഷേ ആ അമ്മയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുടുംബമാകുമ്പോൾ എന്നത് നിന്നത് എന്തിന്, അങ്ങനെ അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുള്ളതെല്ലാം മറ്റേ ആൾക്ക് എന്നുള്ള ചിന്ത വേറെയാണ്. അവനവൻ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എങ്കിൽ എല്ലാം മറ്റേ ആൾക്കെന്ന് പറയാൻ പറ്റില്ല. അയാളെ കൂടെ സപ്പോർട്ട് ചെയ്യണം, അയാൾക്ക് ഏണിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഫുൾ ജോയിൻ്റ് അക്കൗണ്ട് വന്നിട്ട് ആ അക്കൗണ്ടിന് എല്ലാ ഫിനാൻഷ്യൽ കൺട്രോൾ വരുന്നത് ഒരു ക്രൂവൽറ്റി തന്നെയാണ്. അതൊന്നൊരിക്കലും നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം മീര ഏൺ ചെയ്യുന്നു, മീര വർക്ക് ചെയ്യുമെങ്കിൽ മീരയ്ക്ക് അത്രമാത്രം നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ ചുമ്മാ പോകുമ്പോൾ പൈസ കിട്ടുന്നില്ല. നമ്മളത് ചെയ്തെങ്കിൽ അതിൻ്റെ ഫുൾ ഇത് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല. പക്ഷെ പാർട്ട്ണറിന് അതൊരു റൈറ്റായിട്ട് വന്നിട്ട് നിൻ്റെ കാശ് എത്രയുണ്ട് അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നിനക്കത് ഇത് ചെയ്യും ഇന്നും പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊരു അധികാരഭാവം വരുന്നില്ല.